ഹായ് ഫ്രണ്ട്സ്, ലിറ്റേഴ്സ് മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു മോർണിംഗ് വ്ളോഗ്. ഞാൻ രാവിലെ എനിക്ക് രവിവാട് പാഠശാലയ്ക്ക് പോകണം. അപ്പോൾ 9 പോകുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു രാവിലത്തെ ഒരു വ്ളോഗായിട്ട്, മോർണിംഗ് വ്ളോഗായിട്ട് ഞാൻ എടുക്കുമെന്ന്. അപ്പോഴത്തേനും അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഞാൻ 6 മണി 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ 7:48 ഇപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. കുഴപ്പമില്ല, ഇനി 1 മണിക്കൂറിൽ ഞാൻ റെഡി ആവുന്നതായിരിക്കും രവിയുടെ പാഠശാലയ്ക്ക് പോകാൻ. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ എണീറ്റ് വന്നപ്പോൾ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുവാണ്. അപ്പം ഞാൻ ഇവിടെ പോവാണ്. അയ്യോ, ഞാൻ ഇവിടെ ഇതൊരു വെട്ടം കെട്ടാൻ വേണ്ടി എടുത്തതാണ്. ഇവിടെ ഇതാണ് ബാങ്കിൽ. ഇവിടെ നിന്ന് ഞാൻ ആദ്യം എടുത്ത് അവിടെ ഇരുന്ന് പിന്നെ അടുത്ത് അത്ര വട്ടം കിട്ടുന്ന അവിടെയല്ലേ. അപ്പം അവിടെ നിൽക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ പല്ല് കേൾക്കാൻ പോവാം. അപ്പം ഫ്രണ്ട്സ് എൻ്റെ ഒരു ചായ വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് പേസ്റ്റൊക്കെ ഇരിക്കുന്നത്. അതേ മുൻപ് ഞാൻ എൻ്റെ മുടി നയിക്കാനാണ്. എൻ്റെ ബോറായിട്ടുണ്ടല്ലേ മുടി. ഞാൻ ഇന്നലെ കെട്ടി വെച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല. ഞാൻ ചേട്ടനൊന്ന് കെട്ടി വെച്ചത്. ജസ്റ്റ് ഒന്ന് ലൂസാക്കി, ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇതായിട്ട് 2 പ്രാവശ്യം കെട്ടിയില്ല, ജസ്റ്റ് ഒറ്റ പ്രാവശ്യം കെട്ടി അത് ലൂസായിട്ടിരിക്കട്ടെ. ഇത് പല്ലിയേക്കാം. പല്ലിയേക്കുന്നതിൻ്റെ ആവശ്യമല്ലേ. ഇതിൻ്റെ പുതിയ പ്രശ്നമല്ലോ. ഇന്നലെ മേടിച്ചാണ് എൻ്റെ പഴയ പ്രശ്നം. പുതിയ പ്രശ്നം പേസ്റ്റിൻ്റെ പാലം കണ്ടോ. ഈ ഒരു പേസ്റ്റ് മേടിക്കണം. ഞാൻ ഈ ബ്രഷ് മേടിക്കുന്നതോടെ മേടിക്കാനായിരുന്നു. എന്താ ചെയ്യാൻ മറന്നുപോയി. നമുക്ക് എങ്ങനെയെങ്കിലും മേടിക്കാം. ഇതിനകത്തുണ്ട് ഫ്രണ്ട്സ്. മേടിക്കാം. ഇതുണ്ട് കേട്ടോ. പല്ലിയൊക്കെ മുമ്പത് വാങ്ങിയുണ്ട്. ഫ്രണ്ട്സ് വായിക്കാതെ നടന്നിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കുറേ ഇതുള്ളതുകൊണ്ട്
നമുക്കിത് പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് കാണാം. ഫ്രണ്ട്സ് മോളൊരു പോവാണ്. ഞാൻ സോപ്പ് തേച്ചിട്ടുണ്ട്. ഈ സോപ്പ് ആയതുകൊണ്ട് കാണില്ല. ഈ മോൻ കഴിയിട്ട് കാണണം. അപ്പോൾ ഫ്രണ്ട്സ് മോൻ കഴുകി ഇനി എങ്ങനെ കുളിക്കണം. കുളിക്കും. പ്രത്യേകം എനിക്കൊന്ന് ദേവയുടെ ഭാഷയ്ക്ക് പോകണമുണ്ട്. ഇപ്പോൾ 8:01 ഇനി എനിക്ക് പോയി കുളിക്കണം. അതിന് മുമ്പ് എനിക്ക് ഡ്രസ്സൊക്കെ മാറാം. പ്രത്യേകം നേരെ ഫ്രഷ് ആയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ റെഡിയായി. എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് പറഞ്ഞു ഈ കട്ട ഇങ്ങോട്ട് പറഞ്ഞു. ഇതാണ് എൻ്റെ ഡ്രസ്. ഇതാണ് ഡ്രസ്. ഞാനൊരു പാൻറ്റും ഇട്ട് ഒരു ക്രോപ്പ് ടോപ്പും ഇട്ട്. ക്രോപ്പ് ടോപ്പും നൂഡിൽസും ഇട്ട്. ഇതാണ് എൻ്റെ ഞാൻ പോകുമ്പോൾ ഡ്രസ്സിന് നമുക്ക് മുടി കെട്ടണം. ഇത് മുടി കെട്ടാൻ നല്ല ആയിട്ട് മുടി ഉണക്കും. ഇതിൻ്റെ ലിങ്കൊന്നും എൻ്റെ കയ്യില്ല. ഇത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതെല്ലാം കടയിൽ നിന്ന് മേടിച്ചത് തന്നതാണ്. ഇത് നമുക്ക് കുറേ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മൾ ഫാൻ്റെ ചോട്ടയൊക്കെ വെക്കുമല്ലോ ഒരു മുടി ഉണങ്ങാൻ, കുറച്ചെങ്കിലും ഒന്ന് മുടി ഉണങ്ങാൻ. അതുപോലെ ഇത് ഉണക്കി തരും. അതുകൊണ്ട് അങ്ങനെ ഒന്നും വെക്കേണ്ട ഒരാവശ്യവും ഇല്ല. അയ്യോ, അപ്പോൾ ഈ ഡ്രസ്സാണ് ഇടുന്നത്. ഇവിടെ തന്നെ പകുതി ഉണങ്ങിയിട്ടുണ്ട്. നല്ലതാണ്, നല്ല പ്രോജക്റ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കുട്ടിപ്പണി. കുറേ ഒന്നും ഞാൻ വയ്ക്കുന്നില്ല. ഉള്ളി സ്മോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പം സമയം എത്രയായി? ഇതിൻ്റെ ഇപ്പോൾ 8:17 ആയതേ ഉള്ളൂ. കുഴപ്പമില്ല, സമയമുണ്ട്. 9, 10, 20 ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. ഫസ്റ്റാണ് ഞാൻ പൗഡർ ഇടുക. ഞാൻ പൗഡർ എപ്പോഴും ഇടുന്നതാണ്. പൗഡർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കൺമഷി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ലിപ് ബാമും പിന്നെ ഐലൈനറും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇത് ഞാൻ എവിടെ പോയാലും, സ്കൂളിൽ പോയാലും ഞാൻ ഇടും കുറച്ചെങ്കിലും. ലിപ് ബാം ഇടും. ഇതെല്ലാം ഞാൻ കുറച്ചായിട്ടും. ഇതെല്ലാം ഞാൻ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ലിപ്സ്റ്റിക്ക് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടും. ലിപ് ബാമിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് തേച്ചാൽ നല്ല ബ്രൈറ്റായി. ഒരു പിങ്ക് ലിപ്സ്റ്റിക്കാണ് എനിക്ക് കിട്ടും. പിങ്ക് റെഡ് അങ്ങനത്തെ ഒരു കോമ്പോ കിട്ടും. ഞാൻ കുറച്ച് പൗഡർ എടുത്തുള്ളൂ. ഈ പൗഡർ വെച്ച് മുഖം നല്ല പോലെ നോക്കാം. കുറേ കുരു വന്നിട്ടുണ്ട്. ഐലൈനർ ഇതാണ് തേക്കുന്നത്. ബട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. അവിടെ തീരാ കഴിഞ്ഞ് എനിക്ക് വേറെ ഒന്നും മേടിക്കണം. ഞാൻ ഇതിൻ്റെ മറ്റേ റൗണ്ട് ഷേപ്പുള്ളില്ലേ, എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനത്തെ അത് ഇഷ്ടമില്ല. വലിയ കോല് പോലത്തെ അല്ലേ, അതൊക്കെയാണ് എൻ്റെ അമ്മ യൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമുള്ളൂ. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെയാണ് എനിക്കിഷ്ടം. എനിക്ക് എഴുതാൻ ഇതൊന്നും ഇതാണ്. ഞാൻ മോളിൽ കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ണ് എഴുതുന്ന പോലെ തോന്നുന്നു. എനിക്ക് കണ്ണ് എഴുതുന്ന സത്യമായിട്ടും കണ്ണ് എഴുതാൻ എനിക്ക് അത്ര അറിയില്ല. മോളിൽ കൂടെ ഐലൈനർ വെച്ച് എഴുതാൻ. അതുകൊണ്ട് ഇത് മോളിൽ കൂടെ വരയ്ക്കുമ്പോൾ ആ കണ്ണ് എഴുതുമ്പോൾ തോന്നിക്കും.
ഇനി ഇടാൻ പോകുന്ന ലിപ് ബാം. ലിപ്സ്റ്റിക് ഇടുന്ന മുമ്പ് ഞാൻ ഉറപ്പായിട്ട് ലിപ് ബാം തേക്കും, ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ആവുകയാണെങ്കിൽ ചുണ്ട് ഡ്രൈ ആവും. ഞാൻ സ്കൂളിൽ പോകുമ്പോഴും കുറച്ച് ലിപ് ബാം തേക്കും. ലിപ് ബാം ഇടുമ്പോഴേ ഉള്ളൂ ഒരു കളറുണ്ട് ലിപ് ബാമിൻ്റെ. കാണാൻ വേല് കാണുന്നുണ്ട്. മുളച്ച് ഈ ഐലൈനർ. ഈ ഐലൈനർ ഇടുന്ന മുമ്പ് ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഇതിന് വളരെ റേറ്റ് കുറവാണ്. 20-10 അങ്ങനെയൊക്കെ ഉള്ളൂ പൈസ. ഇത് ഞാൻ ഇങ്ങനെ കണ്ടപ്പം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച്. ഞാനിപ്പോൾ കുറച്ച് ദിവസം, എനിക്ക് ഇത്ര നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് ഉപയോഗിച്ചിട്ട്. ഞാൻ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ഇടുന്നത്. ഞാൻ എന്നാ ക്രീം ഉണ്ടെങ്കിലും ആദ്യം, എത്ര ക്രീം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം കൊണ്ട് പൗഡർ ഇട്ടു, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊക്കെ ഇടുള്ളൂ. അതെന്നാന്ന് എനിക്കറിയില്ല, മറന്നു പോകുന്നതായിരിക്കും. ഞാൻ കുറേ ഒന്നും അങ്ങനെ തേക്കാറില്ല, കുറച്ച്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സൺസ്ക്രീമും അങ്ങനെ എല്ലാം കൂടെ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഒന്നും യൂസ് ചെയ്യുമായിരുന്നു, അതിപ്പം അവിടെ ഞാൻ ആ കട ചെന്നിട്ട് അത് കാണുന്നില്ലേ. അത് സൺസ്ക്രീമും 15% സൺസ്ക്രീം, പിന്നെ ഗ്ലോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അത് ഞാൻ ഉപയോഗിച്ച് നോക്കാൻ ഒരു ചെറുതാണ് വാങ്ങിയത്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ വലിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറുത് വാങ്ങി. ഞാൻ ഇതിൻ്റെയും ചെറുതാണ് വാങ്ങി കേട്ടോ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അതുകൊണ്ട് എന്നാ ഇത് ചെയ്യണമുണ്ടോ, അതുകൊണ്ട് അത് ഞാൻ അവിടെ പോയി തപ്പി, അതും അങ്ങനത്തെ കിട്ടുമെന്നൊക്കെ ആലോചിച്ച്. പക്ഷെ എന്നാ ചെയ്യണം, അവിടെ അങ്ങനത്തെ ഇല്ലായിരുന്നു. ഞാൻ മുടി എടുത്തു കേട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം ഞാൻ കൂടി ഇരുന്നിട്ടായിരുന്നു വെച്ചിട്ട് കുറച്ചുകൂടെ നേരം. അപ്പോൾ മുടി ഉണങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ട് തൊടാം. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ഇടും. എനിക്ക് ലിപ്സ്റ്റിക് ഇടും, പോയി ഫുഡ് കഴിക്കും, ലിപ്സ്റ്റിക്കും പോവും. എന്നാലും ഞാൻ ലിപ്സ്റ്റിക് ഇടും. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടും, അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി ഫുഡ് കഴിക്കും. അപ്പോൾ ലിപ്സ്റ്റിക്ക് പോയില്ല. ഇതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെറിയ പൊട്ടാണ്. ഈ വലിയ പൊട്ട് ഞാൻ ഡാൻസൊക്കെ ചെയ്യാൻ നേരം ആ വലിയ പൊട്ട് കൊടുക്കില്ല എല്ലാവരും. അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തൊടും. എനിക്ക് ചെറിയ പൊട്ടാണ് എനിക്ക് നല്ലത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഐലൈനർ വെച്ചാണ് പൊട്ട് തൊടുന്നത്. ഇല്ലെങ്കിൽ മറ്റേ വെള്ള സ്റ്റോണില്ല, മറ്റേ ചെറിയൊരു പൊട്ട്, അതൊന്നും തൊടും. അത്ര ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ഞാൻ തൊടാറേയില്ല. ഞാൻ പൊട്ടിട്ടേ ഇല്ല. അത് നമുക്കൊരു പൂമ്പാറ്റയുടെ കമ്മലിടാം. അച്ഛൻ എന്തോ ആവശ്യത്തിന് പോയാന്ന് തോന്നുന്നു. ഇതാണ് ആ പൂമ്പാറ്റയുടെ കമ്മൽ. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട്. ഞാൻ ഒരു ഇതിൻ്റെ കൂടെ ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പം അടിയിൽ കൂടെ ഇങ്ങനെ ഇതായിക്കണം, എന്ന് വെച്ചാൽ തൂക്കണം. ഇതുണ്ടോ, നല്ലല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ കഥയിലും ഇടാം. രണ്ട് കഥയിലും സെക്കൻഡ് സ്റ്റെപ്പ് എത്തി. ഞാൻ കാണിച്ചില്ലായിരുന്നു, വീഡിയോക്കകത്തുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ്. അതിൻ്റെ കൂടെ അത്ര മാച്ചെല്ലാം തോന്നുന്നു, കാണുന്നില്ല അല്ലേ? ഇത്ര ഡിഫറെൻ്റ്. മുടിയൊക്കെ ഇങ്ങനെ എൻ്റെ കാണാൻ
രസത്തിൽ പക്ഷെ അത്യാവശ്യം വേണമല്ലേ. ഇനി നമുക്ക് മുടി ചീക്കാം. ചീപ്പ് വേണം. ചീപ്പ് ഞാൻ ഒന്നെങ്കിൽ ഈ ഭാഗത്ത് വെക്കും, ഇല്ലെങ്കിൽ ഈ താഴോട്ട് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ കാണുന്ന ഭാഗമില്ല അത് എവിടെയെങ്കിലും കൊണ്ടുവെക്കും. അതുകൊണ്ട് ഈ കുറേ സ്ഥലമുണ്ട് തപ്പാൻ. അപ്പോൾ ഇത് ചീപ്പ് കിട്ടി. ഈ ചീപ്പാണ് എനിക്ക് അമ്മ മേടിച്ചുകൊണ്ട് വന്ന. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ചീപ്പ് മേടിച്ചുകൊണ്ട്. അപ്പം അമ്മ മേടിച്ചുകൊണ്ട് വന്ന ചീപ്പ് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ പകുതിയൊക്കെ പോയി, ഇത് മാത്രമേ ഉള്ളൂ. സമയം നോക്കിയത് പെട്ടെന്ന് സമയം പോകുന്നത്. അതിപ്പോൾ അയച്ചിടുന്ന ഉള്ളൂ. എന്തായാലും രവിവാണ ഭാഷയ്ക്ക് പോകുമ്പോൾ അവിടുന്ന് സ്നാക്സ് എന്തെങ്കിലും തരും, അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് തരും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കഴിക്കാതെയാണ് പോകുന്നത്. അങ്ങോട്ട് സ്നാക്സ് എന്തെങ്കിലും തരും അവിടെ ചെല്ലും. മുടി ഒന്ന് ഉണക്കണം. വെള്ളം നമ്മൾ അത്യാവശ്യം പോയിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ ഒട്ടിയിരിക്കും. കുഴപ്പമില്ല. സെക്കൻഡ് സ്റ്റഡ് കുത്തുവാണെ 2-3 ദിവസമെങ്കിലും വേദന എടുക്കാതിരിക്കില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ചീപ്പൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കയറ്റി ചെയ്യൂല, ഇങ്ങനെയൊക്കെ കയറ്റി ചെയ്യുമ്പോൾ അവിടെ കുടുങ്ങി നമ്മൾ അറിയാതെ തന്നെ ഒറ്റ വലി വലിക്കും. അപ്പം ജീവൻ പോകുന്ന വേദനയായിരിക്കും. ഭയങ്കര വേദന. ജീവൻ പോകുന്നതൊന്നുമല്ല, ഒരു വേദനയുണ്ട്, പക്ഷെ ഭയങ്കര വേദന എടുക്കും. അതാണ് ഞാൻ അധികം അതുകൊണ്ട് ഇങ്ങനെയൊന്നും കയറ്റാറില്ല. ഞാൻ ലെയർ അടിച്ചതാണ്. അതിൻ്റെ ഇപ്പം എനിക്ക് നേരത്തെ കുറേ ഇവിടെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ആയിട്ടുള്ള മുടി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഇതിന് ഞാൻ ലെയർ അടിച്ചു. അയ്യോ, എൻ്റെ കയ്യിലുള്ള കമ്മലൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചില വീഡിയോ കാണിച്ചിട്ടുണ്ടോ. ഞാൻ കാണിച്ചുതരാം. ഇതൊന്നുണ്ട്, ഇത് പാവാടയും കിട്ടും. ഇത്രയും കമ്മലാണ് തൂങ്ങിക്കിടക്കുന്നതായിട്ടുള്ളത്. ഒരു ജിമിക്കുണ്ട് ബ്ലാക്ക്. ഇതെൻ്റെ അമ്മയുടെ ജിമിക്കാന്ന് തോന്നുന്നത്, എൻ്റെ ആൻറ്റിയുടെ അമ്മയുടെ ജിമിക്കല്ല. ഇതൊരു കമ്മൽ, ഇതൊരു ഗ്രീൻ സ്റ്റോണുള്ള കമ്മൽ, ഇതൊരു ബ്ലാക്ക് തന്നെ. എനിക്ക് ബ്ലാക്കിനോടൊക്കെ കൂടുതൽ താല്പര്യം. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന പോലത്തെ ഒരു കമ്മലാണ് ബട്ടർഫ്ലൈ. ഇവിടെ ഗോൾഡ് വരുന്നതൊക്കെ പോയി. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഇടാറുള്ളൂ. സ്റ്റോണൊക്കെ ഉള്ള ഇതെനിക്ക് 2-3 ദിവസമായിട്ട് ഉള്ളതാണ്. ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാവുള്ളൂ. ഇത് ഞാൻ എവിടെ പോയാൽ ഞാൻ ഇത് തന്നെ ഇടുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് പോയതാണ്. അതുപോലെ ഇതും പോകുന്നുണ്ടെങ്കിൽ ഇതൊന്നും സംശയം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചപ്പോഴേ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് എൻ്റെയാണ്. എൻ്റെ അമ്മ ഇത് എൻ്റെയാണ്. ഞങ്ങൾ താഴെ വിഷ്ണുമായ പൂച്ചയാണ് കൊണ്ട് കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കാണാം. ഇനി എനിക്ക് ചെയ്യാനുള്ളത് മെയിൻ താരം ലിപ്സ്റ്റിക്ക്. ഇതെനിക്ക് അമ്മയ്ക്കും എനിക്കും കാത്തൂനുമായിട്ട് മേടിച്ചതാണ്. പക്ഷെ ഇപ്പം എൻ്റെ കസ്റ്റഡിയിലാണ്. ചേട്ടാ നല്ല റെഡ് ഷെയ്ഡാണ്. നല്ല റെഡ് ഷെയ്ഡ്. ഷെയ്ഡ് ഞാൻ കുറച്ചെടുത്തുള്ളേ. ഫ്രണ്ട്സ് ഞാൻ ഇങ്ങോട്ട് എടുക്കാം. ഇതാണ് ഞാൻ കുറച്ചെടുത്തുള്ളൂ. ഇതൊക്കെ എനിക്ക് സ്വഭാവമുള്ളതാണ്. ഞാൻ എപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നാലും ഇവിടെ ഉമ്മ വെക്കും.
അത്ര മതി. എന്നാലും കഴിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് പോകും. അപ്പോൾ ഇത് മതി. ഇതിങ്ങനെയാണ് ഞാൻ രവിയുടെ ഭക്ഷണിക്ക് പോകുന്നത്. ഇനി ഞാൻ എവിടെ പോയാലും എനിക്ക് രവിയുടെ ഭക്ഷണ എന്നും ഈ ദിവസമല്ലേ ഉള്ളത്. സാറ്റർഡേ അല്ല സൺഡേ പോയാലും ഞാൻ ഈ ഡ്രസ്സ് ഒന്നെങ്കിൽ ഈ രണ്ടെണ്ണമെങ്കിൽ ഇടുള്ളൂ. ഇല്ലെങ്കിൽ കാർഗോ പാൻ്റ് ഉണ്ട്, അതിടും. അത് അതെ അതെ അതെ. എന്നെ ഇപ്പം പറയട്ടെ. ഇവക്ക് കുറെ പാൻറ്റിൻ്റെ പേരൊക്കെ അറിയാം. ഈ പാൻറ്റിൻ്റെ പേര് മാഗി പാൻറ്റ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത്. പിന്നെ കാർഗോ പാൻറ്റ്. ഇതൊക്കെ ഇവളാണ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. എടി ഇങ്ങനെ ഉണ്ടടി, കൊള്ളാം. ഞാൻ മേടിക്കാൻ പോയി. അവൾ മേടിക്കാൻ പോകുക പറഞ്ഞിട്ട്. പക്ഷെ ആദ്യം മേടിക്കുന്നത് ഞാനായിരിക്കും. അതാണ് പ്രശ്നം. ഞാൻ ഇപ്പോൾ ഒരു ഇത് മേടിച്ചു, ബോഡി ലോഷൻ. അത് തേച്ചതാണ്. മുടി ഒന്ന് ഉണങ്ങി വരണം. നീ പോകുന്നില്ലേ? ഫ്രണ്ട്സ് ഇവള് പോകുന്നുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നേരത്തെ ഒന്നും റെഡി ആയതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാനും ഇങ്ങനെ പറഞ്ഞു ലൂസ്. എപ്പോഴും ഇവിടെ ഫോണിലും ടി വിയിലും ആണ് ഗൈസ്. എനിക്ക് ഒരു തവണ പോലും ഫോൺ വീഡിയോ എടുക്കാൻ പോലും ഞാൻ ഇന്നലെ വീഡിയോയ്ക്ക് പറഞ്ഞു. അത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അവരോട്. ഇത് ഞാൻ നാളെ തന്നെ ഉറപ്പായിട്ട് ഇടുമെന്ന് പറഞ്ഞു. അപ്പം എന്നാ ചെയ്യണം? അതല്ലേ ഇപ്പം ഇടാൻ പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇനി അവളുടെ വീഡിയോ ആയിട്ട് ഇന്ന് വരുന്നുണ്ടായിരിക്കും. ആണോ? അപ്പം അവൾ അടുത്ത ദിവസം വരെ ഇട്ടു. അപ്പം ഇനി ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞായിരുന്നു, എന്നാ തിയേറ്റർ കാണിക്കാനുള്ളൊരു വീഡിയോ. അത് കാണിക്കുന്നതായിരിക്കും. അത് ഇപ്പം എടുക്കും, പക്ഷെ ഞാൻ നാളെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഇടുമായിരിക്കും. നമുക്ക് സമയം കിട്ടുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. കുറെ പട്ടി കൊണ്ട് ഫോട്ടോസ് നല്ല രസമാണ് ഫ്രണ്ട്സ്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേരപ്പോ വലിയ സ്റ്റൈലിഷ് ആയിട്ടുണ്ടായാലും എൽസൈനൊക്കെ ഒട്ടിച്ചു. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഇതാണോ? ഇത് പിന്നെ ഞങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കും. ഇതാണ് ഫ്രണ്ട്സ് മറ്റേ ആ സാധനം, പിയാനോ. പറയാൻ നിൽക്കണ്ട, അല്ലെ വേറെ എന്തെങ്കിലും ആയി പോകും. അപ്പത്തേനും ഇതാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ. അത് വെച്ചാൽ ഈ റൊട്ടീൻ എന്ന് പറയാൻ പറ്റുമല്ല, പോടി. എന്നാ സൺഡേ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ്. സൺഡേ മാത്രം എപ്പോഴും ഞാൻ ഇല്ലടി. സൺഡേ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഒരുപാട് മസാല ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സൺഡേ അല്ലേ ഒരുപാട് മസാല, എല്ലാ ദിവസവും സൺഡേ ആണ്. അതുകൊണ്ട് സൺഡേ എപ്പോഴും ഞാൻ ഇങ്ങനെ ചില സമയത്ത് പോയില്ല. കഴിഞ്ഞ സൺഡേ ഇല്ലായിരുന്നു, ഇപ്പോൾ ഈ സൺഡേ ഉണ്ടോ. അപ്പം ഞാൻ നേരത്തെ റെഡിയായി. സൺഡേ ഓൾമോസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ തന്നെയാണ്. രാവിലെ എനിക്ക് ഒരുപാട് വർഷമായിരിക്കും പോകും. പൊടി ഈ സെയിം ഡ്രസ്സ് എനിക്ക് എപ്പോൾ എവിടെ നോക്കിയാലും കാണുള്ളൂ. അപ്പം ഞാൻ അതിടും. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം. കൺഫേം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ബൈ.